ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് 2 ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പകരുകയാണ് കേട്ടോ. ചായ നല്ല നമ്മുടെ പനങ്കൽക്കണ്ണും ഇഞ്ചിയും ചേർത്തിട്ടുള്ള നല്ല ഒരു ഉണർവേകുന്ന നല്ലൊരു ചായയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കണത്. എന്നിട്ട് അതുകൊണ്ട് ഞാൻ വന്നപ്പിണ്ട് ഇതാ ആള് ചവിട്ടുപടിയിൽ ഇത് നഖം വെട്ടിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് വൃത്തികേടുണ്ടായിരുന്നു, മണലൊക്കെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടി കളയാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചക്ക ഇട്ട് തരണം ചേട്ടാ എന്ന് പറഞ്ഞപ്പം ആള് ഇതാ തോട്ടിയൊക്കെ എടുത്തു. അതിന് മുൻപ് പട്ട ഉണ്ടായിരുന്നു. അപ്പൊ പട്ട ഉള്ളത് പട്ടയൊക്കെ എടുത്ത് മാറ്റിയിട്ടതിന് ശേഷമാണ് കേട്ടോ തോട്ടിയൊക്കെ എടുത്ത് ആള് കുറച്ച് കഷ്ടപ്പെട്ടു. ഈ എന്താ വെച്ചാല് നമ്മളെപ്പോഴും ഇടുന്ന പോലത്തെ പ്ലാവുമത്തിയല്ല, തൊട്ട് ഫ്രണ്ടിലുള്ള പ്ലാവാണ്. ഈ പ്ലാവുമത്തെ ചക്കയ്ക്ക് ഞെട്ടിക്ക് ഭയങ്കര കനം കൂടുതലാണ്. അപ്പൊ അത് മുറുക്കം പിടിച്ചിട്ട് കൊറേ നേരം ചേട്ടൻ കൊറേ കുത്തി 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 വലിച്ചെടുത്തു. പക്ഷെ ഒന്നും കിട്ടാണ്ട് കൊറേ നേരം നല്ല പോലെ കഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അത്രയും കട്ടിയാണ്, ഞെട്ടി കാണേയില്ല. പിന്നെ നല്ല പോലെ തിക്കായിട്ട് ഉണ്ടാവും ചെയ്യും, വലിയ ചക്കയായിരിക്കും. അങ്ങനെ കൊറേ പണികളുണ്ട് കേട്ടോ ഈ ചക്കയ്ക്ക്. അപ്പം ഇതാ ഈ നിൽക്കുന്ന കണ്ടോ ഏട്ടന്റെ തോട്ടിയും ഞാൻ അത്രയും ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഈ ചക്കയ്ക്ക് എന്താ പറയുക, നല്ല വലിപ്പമാണ്, പക്ഷെ നല്ല കട്ടിയായിരിക്കും. ചുളയായാലും അതെ, ഞെട്ടിക്കും അതെ, ഭയങ്കര കട്ടിയാണ് കേട്ടോ. അപ്പൊ ഒത്തിരി വലിച്ചു. പിന്നെന്ന് വെച്ചാൽ രാവിലെ ആയതുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് വേണമല്ലോ ചായയൊക്കെ കുടിക്കാം, ചൂടാവാറന്നേക്കാളും മുമ്പത്തെ ഒരു കലാപരിപാടികളും കൂടിയാണ് ഇതൊക്കെ. അപ്പം ചേട്ടൻ അതൊക്കെ ചെയ്ത് ചക്കയൊക്കെ ഇട്ടതിന് ശേഷം ചേട്ടൻ വന്നു. പിന്നെ ഞാൻ പപ്പായ പൊട്ടിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് പപ്പായ കൊണ്ട് എരിശ്ശേരി വെക്കണമായിരുന്നു ഇന്ന്. അപ്പൊ ചക്ക ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ പപ്പായ കൊണ്ട് ആദ്യം എരിശ്ശേരി വെക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ അതിന്റെ മണികളൊക്കെ നല്ല പോലെ കളഞ്ഞപ്പം പിന്നെ അതിന്റെ തൊലി പച്ചക്കളർ വീണ്ടും നമ്മൾ എത്ര തൊലി ചെത്തിയാലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു പച്ചക്കളർ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ ഞാൻ. നല്ലപോലെ പച്ചക്കളറൊക്കെ കളഞ്ഞ് ഒരു അത്യാവശ്യം ഒരു എരിശ്ശേരി വലുപ്പത്തില് എരിശ്ശേരിക്ക് അരിയുന്ന പോലെ മുറിച്ചെടുത്തു കേട്ടോ പപ്പായ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പായ നല്ല ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നല്ല പോലെ വാഷ് ചെയ്തു. ഒറ്റ പ്രാവശ്യം വാഷ് ചെയ്താൽ മതി, നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ, വലിയ വിഷാംശങ്ങളൊന്നും അതിലുണ്ടാവില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു ആ പശയൊന്ന് കളയാനുള്ള ഒരു കുറച്ച് ഒന്ന് വാഷ് ചെയ്ത് ഇങ്ങനെ എടുക്കൂട്ടാം. അങ്ങനെ അതൊക്കെ വാഷ് ചെയ്തിട്ട് നല്ല പൈപ്പ് നന്നായിട്ട് ചോരുന്നുണ്ടെന്നേ. പൈപ്പിന്റെ ടാപ്പിന്റെ അതിലെ വെള്ളം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പയറെടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് അത്യാവശ്യം ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പയറങ്ങ് ഇതിനെ കൂട്ടത്തിലേക്ക് ഇടാം അല്ലെ. അപ്പൊ അങ്ങനെ പയറും അരിയിട്ടു. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു. അതിനുശേഷം ഉപ്പും ചേർക്കൂട്ടാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് അടപ്പത്തേക്ക് വെക്കാം. കണ്ടോ, ഉപ്പ് എനിക്ക് മുളക് പൊടി ഞാൻ എങ്ങനെയായാലും 1 സ്പൂൺ എടുക്കും, പിന്നെ കുറച്ച് അങ്ങനെ ചിലപ്പോൾ 1 സ്പൂൺ ഫുൾ എടുക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് പേടിയാണ് മുളക് പൊടിയും ഉപ്പൊക്കെ ചേർക്കണ സമയത്ത് ഇപ്പോഴും. അത് കഴിഞ്ഞ് ഞാൻ എന്താ ഗ്യാസ് ഒന്നുകൂടെ കത്തിച്ച്, നമ്മൾ ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്ത് പോയതായിരുന്നു, ഒന്നുകൂടെ കത്തിച്ചിട്ട് വീണ്ടും നമുക്ക് ഈ കുക്കർ അങ്ങ് അടപ്പത്തോട്ട് വെച്ചു കേട്ടോ. ഈ അടപ്പത്തോട്ട് വെച്ചിട്ട് നമുക്കതിന് 1 വിസലോ അല്ലെങ്കിൽ 2 വിസലോ മാക്സിമം ഇടാൻ പാടുള്ളൂ. പപ്പായ അല്ലെങ്കിൽ വെന്ത് ഉടഞ്ഞങ്ങ് ചേർന്ന് പോകും. പപ്പായ വേവുന്നത് അത്ര നന്നായിരിക്കില്ല. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നാളികേരം ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് എടുത്തിട്ട് നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാം. എരിശ്ശേരിക്ക് അരപ്പ് അരയ്ക്കണമല്ലോ, അപ്പൊ അതിനുള്ളതൊക്കെ തയ്യാറാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് ഇന്ന് നേരെ കുറച്ച് നാളികേരം എടുത്തിട്ട് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ജീരകം, നാളികേരം മിക്സിയിലേക്ക് എടുത്തിട്ടു, ജീരകം കുറച്ച് മിക്സിയിലേക്ക് എടുത്തു. പിന്നെ ഇപ്പൊ തപ്പുന്നത് ചെറിയുള്ളി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പം
വെളുത്തുള്ളി ഒരു അല്ലി മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ചെറിയ ഉള്ളിയുടെ 1-2 കഷ്ണം കിട്ടി എനിക്ക്. കാരണം ഉണ്ടായിരുന്നില്ല, ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു സന്തോഷം. ഇത് അങ്ങനെ അത് കിട്ടി. അത് ഞാൻ അങ്ങ് ചേർത്തിട്ട് ഒരു പച്ചമുളകും കൂടി ചേർക്കും. ഒരേ ഒരു പച്ചമുളക് ചേർക്കും കേട്ടോ. എന്നിട്ട് നല്ലപോലെ അരച്ചങ്ങ് എടുക്കണേ. അപ്പോഴാണ് നല്ലപോലെ പേസ്റ്റ് വരുവാൻ പാടില്ല, നല്ല അത്യാവശ്യം. ഞാൻ കുറച്ച് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർത്തത്. ചൂടുവെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ തിളച്ചിട്ട് ചൂടായിട്ടുള്ളൂ വെള്ളം. അങ്ങനെ നമ്മ കുക്കറിലേക്ക് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കും. അരപ്പങ്ങ് ചേർത്ത് കൊടുക്കും. ഈ അരപ്പ് ചേർത്തിട്ട് ഒന്നും അധികം വലിയ പ്രഷറൊന്നും കൊടുക്കണ്ട. അങ്ങനെ വെച്ചാൽ പയറ് നല്ലപോലെ വെന്തുടയണതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യമൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയ പ്രഷറൊക്കെ കൊടുത്ത് ആക്കണ്ട. അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യും കേട്ടോ. അത്യാവശ്യം കുറച്ചുകൂടെ വെള്ളം മിക്സ് ചെയ്യണം. കാരണം ഇതൊന്ന് കുറുകി വരും. നമുക്ക് ആ പാത്രത്തിൽ നമ്മൾ അരപ്പിട്ടിട്ട് കാച്ചി കഴിഞ്ഞാൽ നമുക്കൊന്ന് കുറുകി ആ പാത്രത്തിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് കുറുകി വരുന്നത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ നല്ലപോലെ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ വെളിച്ചെണ്ണയാണ് ഇതില് നമുക്ക് ആവശ്യം. നല്ല വെളിച്ചെണ്ണ തന്നെ വേണം. പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എരിശ്ശേരിയില്. ഞാൻ ചെയ്ത് കഴിഞ്ഞ് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല പോലെ നമ്മൾ കടുകിട്ടു, അത്യാവശ്യം കടുകിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഉലുവയല്ല ചേർത്തത്, ഉഴുന്നാണ് നമ്മൾ എരിശ്ശേരിയിൽ ചേർക്കാട്ട. കണ്ടോ, വെളിച്ചെണ്ണ മൂക്കണേക്കാൾ മുമ്പ് കടുകിട്ട കാരണം വലിയ കാര്യമായിട്ടൊന്നും പെട്ടെന്നൊന്നും പൊട്ടിയിട്ടില്ല. അതായത് ചീനച്ചട്ടി നല്ലപോലെ എനിക്ക് ഇതൊക്കെ വെച്ച് കഴിഞ്ഞ പിന്നെ ചീനച്ചട്ടി അങ്ങനത്തെ ഒരു ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെളിച്ചെണ്ണ ഒഴിക്കും, പെട്ടെന്ന് അരപ്പ് ചേർക്കും. അങ്ങനെ ഞാൻ ചേർത്ത് പോകുന്നത് കേട്ടോ. അപ്പം ഇപ്പോഴാണ് നമ്മൾ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ പൊട്ടി തുടങ്ങിയ കാരണം ഇനി നമുക്ക് ഉലുവ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഉലുവ ചേർക്കുക, വറ്റൽമുളക് ചേർക്കണ്ടോ. ഉലുവ ചേർത്ത് അപ്പൊ തന്നെ നമുക്ക് വറ്റൽമുളകും ചേർക്കാം. കാരണം ഉലുവയല്ല, ഉഴുന്ന് ചേർക്കുക. അപ്പൊ തന്നെ വറ്റൽമുളക് ചേർക്കാം കേട്ടോ. അങ്ങനെ അതിലേക്ക് ഒരു സ്പൂൺ നാളികേരം കൂടി ഞാൻ ചേർത്തു. ഒന്ന് കളറ് ചേഞ്ച് ആവുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറി. അപ്പൊ നമ്മുടെ കറിയിലേക്ക് അങ്ങ് നമ്മൾ നല്ല പോലെ അത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിയിലേക്ക് അങ്ങ് ചേർക്കാം. ഒരു ബ്രൗൺ കളറിലായിട്ട് വരുക ഇതേപോലെ ഇരിക്കും കേട്ടോ കറി. അപ്പൊ അങ്ങനെയാണ് ചേർക്കുമ്പോഴാണ് അതിന്റെ സ്വാദ് ഉണ്ടാവുക. നാളികേരം ഇങ്ങനെ ബ്രൗൺ കളറായിരിക്കണം, കരിയാനും പാടില്ല. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ എരിശ്ശേരി. അങ്ങനെ സൂപ്പർ ടേസ്റ്റി എരിശ്ശേരി എല്ലാം റെഡിയായി. ചോറും മറ്റുള്ള കറികളെല്ലാം റെഡിയായി. ഏട്ടന് ഓഫീസിൽ പോകാനായിട്ട് തയ്യാറായി. അങ്ങനെ ഞാനൊരു മൂടി വെച്ച് അത് അടച്ചു വെച്ചു. ഏട്ടൻ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം ഓഫീസിൽ പോവാ റെഡിയായി. ഏടതാ ഓഫീസിൽ പോവായി പതിവ് പോലെ തന്നെ. അപ്പൊ ഞാൻ ചേട്ടൻ പോകുന്നത് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയോണ്ട് നിന്നു കേട്ടാ. അപ്പൊ അചിന്ത്യ പ്രസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ ഫ്രണ്ട്സ്. ടാറ്റാ, ബൈ.